ഈ വാലും പൊക്കി തലയും കുമ്പിട്ട് നിൽക്കുന്നതിൻ്റെ പേരാണ് വരയൻ. അവൻ മീൻ വാങ്ങിയാൽ ആ സ്പോട്ടിൽ അവിടെ എത്തും. നമ്മളിന്ന് ഐക്കോറ മീനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ടു, പിന്നെ കുറച്ച് മുളക്, അതേപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ഒരു പച്ചമുളകും കൂടെ നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ, അതേപോലെ കറിവേപ്പില. ഇത് തീർന്നില്ലേ, വീണ്ടും കറിവേപ്പില. ഓക്കെ, കറിവേപ്പില ഇടുക. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ്ഡ് വെല്ല്. ഓക്കെ, പിന്നെ ചട്ടി അടുപ്പത്ത് വെക്കുക, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഇത് കൗതുകം ലേശം കൂടിപ്പോയി. വെളിച്ചെണ്ണ അത്ര ചൂടാവുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ എന്തിട്ടു, കറിവേപ്പില ഇട്ടു. ഇപ്പോഴാണ് നന്നായിട്ട് ചൂടായി വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മീനിടാം. മീൻ പൊരിക്കുന്നതാണ് നമ്മളെ മെയിൻ പരിപാടിയെങ്കിലും പക്ഷേ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. മീൻ പൊരിക്കുന്നതിൻ്റെ കൂടെ ബാക്കി പണിയും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്താലും വന്നതല്ലേ. അപ്പോൾ നമ്മൾ ചോറ് വെച്ചു. പിന്നെ കറി വെക്കാനായിട്ട് നല്ല ഒമാൻ മത്തിയാണെന്നാണ് പറഞ്ഞത്, പക്ഷെ മത്തി അത്ര നല്ലതൊന്നല്ലായിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു ട്രാൻസാക്ഷൻ വീഡിയോ എടുക്കാൻ നോക്കിയായിരുന്നു, പക്ഷേ ഒത്തില്ല. പിന്നെ നമ്മൾ സാധാ കറി വെക്കുന്ന പോലെ തന്നെ ഉള്ളി ഉലുവ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചു. പിന്നെ ഇത് ചെറിയൊരു ടിപ്പാണ്. എൻ്റെ അടുത്ത് എന്താ പറയുക, പുളിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കലാണ് ചെയ്യൽ. അല്ലെങ്കിൽ സുർക്കുറ്റിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. സുർക്ക മീൻസ് വിനാഗിരി. അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളത് എനിക്കറിയില്ല. അതൊന്നും വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യലുണ്ടോയെന്നോ അതും എനിക്കറിയില്ല. പുളി ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്, പുളി തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ബൈ.